ഗൈസ്, നമ്മളിന്ന് ഒരു ഔഷധ കാപ്പി ഉണ്ടാക്കുന്ന വിധമാണ് പരിചയപ്പെടുന്നത്. ആദ്യമായി അതിന് മുക്കൂറ്റി ഇവിടെ ഇപ്പം ലഭ്യമായത് ഒരെണ്ണേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. മുക്കൂറ്റി എത്ര ചൂടുണ്ടോ അത്രയും നല്ലതാണ്. പിന്നെ ആര്യവേപ്പില, അതുപോലെ തന്നെ തുളസി ഇല, ചെമ്പരത്തിയുടെ പൂവിൻ്റെ ഇതളടത്തിയത്, അതുപോലെ കീഴാർനെല്ലി ഇപ്പോൾ ഒരു ചുവട് സമൂലമാണ് എടുത്തത്. പിന്നെ കറുകപ്പുല്ല്, പേരയ്ക്കയുടെ കൂമ്പടത്തിയത്, അതുപോലെ പൂവാങ്കുറുനില, പിന്നെ വെള്ള ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പത്തിൻ്റെ പൂവ്, പിന്നെ ഇത് അയ്യമ്പനായും അതുപോലെ പനിക്കൂർക്കയുടെ ഇലയും ചതച്ചതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ആടലോടകവും കൊടകനും ഉണ്ടെന്നുള്ളതാണ്. ഇന്നിപ്പം കിട്ടിയില്ല, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണെന്നുള്ളത് ബാക്കി നോക്കാം. കുറച്ച് ഉലുവ, കുരുമുളക്, വെളുത്തുള്ളി, മല്ലി, കറിവേപ്പില, ചുവന്നുള്ളി, മഞ്ഞൾ, പച്ചമഞ്ഞളുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടി എടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് ചതച്ചതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം ചതച്ച് നമ്മളൊരു ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഫോണും ഇതും കൂടെ ഒരുമിച്ച് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫോൺ ഒരു സൈഡിൽ വെക്കുവാണ്. സൈഡിൽ വെച്ചിട്ട് ഓരോന്നോരോന്ന് വെള്ളത്തിലേക്ക് വെള്ളം തിളയ്ക്കുന്നതനുസരിച്ച് ഇടുന്നത് കാണിക്കാം. കാണാമല്ലേ? ഓരോന്നോരോന്നായിട്ട് ഇടുവാണ്. ചുവന്നുള്ളി, ഉലുവ, മല്ലി, കറിവേപ്പില, മഞ്ഞൾ എല്ലാം തന്നെ നമ്മളെ വെള്ളത്തിലേക്ക് ഇട്ടു. വെള്ളം ചൂടാകുമ്പോഴേ നമുക്ക് പൊടി ഐറ്റംസ് എല്ലാം തന്നെ ഇടാം. വെള്ളം തിളയ്ക്കാനുള്ള സമയം നൽകുക. വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഇല ഐറ്റംസ് എല്ലാം കൂടെ ഇടാം. അപ്പം നമുക്കത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇല ഐറ്റംസ് ഓരോന്നിടാം. അപ്പോൾ അതിന് തന്നെ ചതച്ച് വെച്ചിട്ടുള്ള പനിക്കൂർക്ക ഇല, അയ്യമ്പനയും കൂടി ഇട്ടു. അരിവേപ്പിൻ്റെ ഇല നമ്മളിടുകയാണ്. തുളസി ഇല, ശംഖുപുഷ്പത്തിൻ്റെ, നീല ശംഖുപുഷ്പത്തിൻ്റെ ഇല. ഇത് ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ്. ഓർമ്മശക്തിക്കും പിന്നെ അതുപോലെ തന്നെ വയറ് സംബന്ധ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂവിൻ്റെ ഇതളടത്തിയത്, അതിൻ്റെ ആ പൂമ്പൊടി വരുന്ന ഭാഗം ഒരിക്കലും ഉപയോഗിക്കരുത്. അതിൽ ടോക്സിക് കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം മാത്രമേ എടുക്കാവുള്ളൂ. ഇത് കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ കറുകപ്പുല്ലും അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, അതുപോലെ നീർക്കെട്ടൽ, ഇതിനൊക്കെ നല്ലതാണ്. ദഹനം ഒക്കെ നല്ലതാണ്. പിന്നെ കീഴാർനെല്ലി മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുക്കുറ്റിയും മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഔഷധപ്രദമാണ്. പൂവാങ്കുറുനില നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ അറിഞ്ഞാണ് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ. അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് ലങ്സിനും അതുപോലെ തന്നെ ശ്വാസസംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. ഈ കൂട്ടത്തിൽ നമുക്ക് ആടലോടകമുണ്ടെങ്കിൽ അത് നല്ലതായിരുന്നു. അപ്പം ഇല കിട്ടാനില്ലാത്തതുകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ മുക്കൂറ്റി ഇടുന്നു. ഇതൊന്നും ചതയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇല അതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് അതിനകത്ത് തിളച്ചിറങ്ങിക്കൊള്ളും.
പേരയിലയുടെ കൂമ്പാണ്. ഷുഗറിനൊക്കെ നല്ലതാണ്. നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല തിള വരും. നല്ല തിള വരുമ്പം ഈ കൂട്ടത്തിൽ കൊടകൻ ഉണ്ടെങ്കിൽ ഇടുന്നത് നല്ലതാണ്. ബുദ്ധിശക്തിക്ക് ഓർമ്മശക്തിക്ക് ഏറ്റവും നല്ല ഒരു ബ്രഹ്മി പോലെ തന്നെ തുല്യമായിട്ടുള്ളത് ഔഷധമാണ്. നമ്മൾ നല്ല തിളച്ച് വന്ന് കഴിയുമ്പം അല്പം കാപ്പിപ്പൊടി ചേർക്കുക. അല്പം ചേർക്കാവുള്ളൂ. അത് തന്നെയല്ല, ഈ ഒരു ഔഷധം നല്ല തിളച്ചിറങ്ങി കഴിയുമ്പോൾ നല്ല കയ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ കൽക്കണ്ടമോ പനങ്കൽക്കണ്ടോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ തേന് ചേർത്തിട്ടേ കഴിക്കാവുള്ളൂ. ഷുഗർ പേഷ്യൻസൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ടുള്ള ഒരു ഉത്തമ ഔഷധ കൂട്ട് കാപ്പി തന്നെയാണിത്. കാരണം രക്തശുദ്ധീകരണത്തിന് വെള്ളശംഖുപുഷ്പവും നീലശംഖുപുഷ്പവും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ മുക്കൂറ്റിയൊക്കെ നമ്മുടെ പ്രായദൈർഘ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അല്പം ഒരു അയമോദകം ഒന്ന് കഴുകിയൊക്കെ എടുത്ത് അരിപ്പയിൽ നിന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിനകത്തിട്ട് മെല്ലെ ചേർക്കാനായിട്ടാണ്. ഒരു അരിപ്പയിൽ ചെറിയ പൊടികളായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടത് കഴുകി കഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അരിപ്പയിലോട്ട് ഊറ്റി ഒഴിക്കുകയാണ്. ചെറിയ പാത്രത്തിലെടുത്ത് കഴുകിയിട്ട് അരിപ്പയിൽ ഊറ്റി ഒഴിച്ച് അതെടുത്തിട്ട് ഇതിനകത്ത് കൊട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കൊട്ടിയിട്ടു. നമ്മുടെ അയമോദകം മൊത്തം ചേർന്നിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തിളയ്ക്കാനായിട്ടുള്ള അവസരം കൊടുക്കുക. അടച്ച് വെക്കണമെന്നില്ല, തുറന്ന് തന്നെ വെച്ചാണ് തിളപ്പിക്കേണ്ടത്. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഇലയുടെ അതായത് വെള്ളത്തിൽ കണ്ടു കിടക്കുന്ന ഇലയെല്ലാം കൂടെ വെള്ളത്തിലേക്കാകും. അതുപോലെ തന്നെ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ നമ്മുടെ ഈ ഔഷധ കാപ്പിയിലേക്കാകും. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളത്തിലേക്ക് എല്ലാ ഇലയും ആയിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഇപ്പം എല്ലാ ഇലയും തന്നെ നമ്മുടെ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. അതൊന്ന് തിളച്ചോട്ടെ. അതായത് നമ്മളിത് ഫുള്ളെടുത്ത വെള്ളമാണ്, അത് പറ്റി പകുതിയാണ്, പാത്രത്തിന് പകുതിയാകും. അങ്ങനെയാണ് കണക്കെടുത്തിരിക്കുന്നത്. അതായത് 1 ലിറ്റർ ആണെങ്കിൽ അത് തിളപ്പിച്ച് 1/2 ലിറ്ററാക്കി മാറ്റണം. എന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം അങ്ങനെ 1/2 ലിറ്ററൊക്കെയായി മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് സേവിക്കുന്നത് നോക്കാം. ഞാനിപ്പം പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ തേനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാനിതുപോലെ തന്നെ സേവിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയെടുത്ത് ഒരു കപ്പിലോട്ട് ഇത് തെളിമേൽ പാർത്തുകയാണ് ചെയ്യുന്നത്. ഞാനിത് രാവിലെ തിളപ്പിച്ച് വെച്ചു. വൈകുന്നേരമാണ് ഇപ്പോൾ എടുക്കുന്നത്. അത്രയും നേരം എൻ്റെ സത്തെല്ലാം അതിനകത്ത് ഇറങ്ങിക്കോട്ടെന്ന് വെച്ചുകൊണ്ടാണ്. ഗുണങ്ങളെല്ലാം ഇറങ്ങി
പാകമായിക്കോട്ടെ എന്ന് വെച്ചുകൊണ്ടാണ്. ചൂടോടെ കുടിക്കേണ്ടവർക്ക് തിളപ്പിച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ കുടിക്കാൻ പാകത്തിന് ചൂടാകുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് ഓഫീസിൽ നിന്ന് വൈകുന്നേരമാണ് ടേസ്റ്റ് ചെയ്യുന്നത്. നല്ല കയ്പ്പുണ്ട്.